ഹരേ രാമ ഹരേ കൃഷ്ണ. ആരും ആർക്കും കൂട്ടല്ല, നമുക്ക് കൂട്ട് നമ്മിലെ ഈശ്വരാംശം മാത്രമാണ്. ഇതാണ് അധ്യാത്മശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നത്. മനസ്സിൻ്റെ സൂക്ഷ്മമായ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ സ്വഭാവം അറിഞ്ഞു ജീവിക്കാൻ ആത്മീയത നമ്മെ സഹായിക്കുന്നു. നല്ലവണ്ണം നീന്താൻ അറിയാവുന്നവർക്ക് കടലിലെ തിരമാലകൾക്കൊപ്പം നീന്തിത്തുടിക്കുന്നത് ആനന്ദകരമായൊരനുഭവമാണ്. എന്നാൽ നീന്തൽ അറിയാത്തവർ കടലിൽ ഇറങ്ങിയാൽ അത് സുഖകരമായ ഒരു അനുഭവമായിരിക്കില്ല എന്നു മാത്രമല്ല, ചിലപ്പോൾ തിരമാലകളിൽപ്പെട്ട് മുങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. ചെറുതും വലുതും ഭീമാകാരവുമായ തിരമാലകൾ നിരന്തരം അലയടിക്കുന്ന ഒരു മഹാസമുദ്രം പോലെയാണ് ഈ ലോകം. ഇവിടെ ആധ്യാത്മിക തത്വം അറിഞ്ഞ് ജീവിതം നയിച്ചാൽ ഏതു പ്രതിബന്ധവും സുഖകരമായ അനുഭവമാക്കി മാറ്റാൻ കഴിയും. തളരാതെ അതിനെ അഭിമുഖീകരിക്കാനും അതിജീവിച്ച് മുന്നേറാനും സാധിക്കും. മനസ്സിൻ്റെ പ്രകൃതവും ലോകത്തിൻ്റെ സ്വഭാവവും നല്ലവണ്ണം മനസ്സിലാക്കി എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ മാനുവലാണ് ആധ്യാത്മികം. ആത്മീയത എന്നാൽ ആത്മാവിനെ അറിയുക. ഞാൻ ആരാണ്, പരമാത്മാവ് ആരാണ്, പ്രകൃതിയുടെ ആദിമധ്യേ അന്ത്യരഹസ്യം എന്താണ് എന്ന് പഠിപ്പിക്കേണ്ടതും ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതും പ്രധാനമായ കാര്യം തന്നെയാണ്. എപ്പോഴും ഓർക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.